ബേപ്പൂരിൽ മത്സരിച്ചത് പിണറായിസത്തിനെതിരെയും മരുമോനിസത്തിനെതിരെയുമെന്ന് PV അൻവർ. തൃണമൂൽ കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ച PV അൻവർ ദേശീയ നേതൃത്വത്തെ നിശിതമായി വിമർശിച്ചാണ് അൻവർ പാർട്ടി വിടുന്നതായി പ്രഖ്യാപിച്ചത്. കോൺഗ്രസുമായിട്ടുള്ള ഒരു ഐക്യവും പാടില്ല എന്ന് ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് നിലപാട് സ്വീകരിച്ചാൽ തനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബേപ്പൂരിൽ പിണറായിസത്തിനെതിരെയും മരുമോനിസത്തിനെതിരെയുമാണ് മത്സരിച്ചത്. തന്നെ നെഞ്ചിലേറ്റിയത് അവിടുത്തെ കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും മറ്റും പ്രവർത്തകരാണ്. രാപ്പകലില്ലാതെ കഠിനാധ്വാനം നടത്തിയിട്ടാണ് അവിടെ തിരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോയത്. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ അങ്ങേയറ്റത്തെ പങ്കാളിത്തം വഹിച്ച ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടുന്നതിൽ ഏറ്റവും മുൻനിരയിൽ നിന്ന പാരമ്പര്യമുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പശ്ചിമ ബംഗാളിലെ രാഷ്ട്രീയ സാഹചര്യം വെച്ചുകൊണ്ട് അളക്കുകയും തൂക്കുകയും അതനുസരിച്ച് പെരുമാറുകയും ചെയ്യണമെന്ന് പറഞ്ഞാൽ കേരളത്തിലെ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെന്നും PV അൻവർ വ്യക്തമാക്കി. പാർലമെന്റിലെ തിരിച്ചടി, പഞ്ചായത്തിലെ തിരിച്ചടി, ഇനി നിയമസഭയിലും തിരിച്ചടി, ഇനി 4-ാം തീയതി ബാക്കിയുള്ള തിരിച്ചടി. കുറിപ്പുമായി CPMന്റെ മുതിർന്ന നേതാവായിരുന്ന G. സുധാകരൻ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. മന്ത്രി സജി ചെറിയാൻ അടക്കമുള്ള നേതാക്കൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി CPM വിട്ട് അമ്പലപ്പുഴയിൽ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച G. സുധാകരൻ രംഗത്ത്. മന്ത്രി സജി ചെറിയാനും സലാമും നടത്തിയ പ്രസ്താവനയുടെ പശ്ചാത്തലത്തിലാണ് വിമർശനം. ഏപ്രിൽ 11-ന് സജി ചെറിയാനും സലാമും തന്നെ ആക്ഷേപിച്ചുകൊണ്ട് പ്രസ്താവന ഇറക്കിയിരുന്നു. രണ്ടുപേരും കൂടിയാലോചിച്ച് അവരുടെ പൊളിറ്റിക്കൽ ക്രിമിനൽ ഫിലോസഫിക്ക് അനുസൃതമായിട്ടാണ് ഒരേ ദിവസം പ്രസ്താവന ഇറക്കിയതെന്ന് G. സുധാകരൻ ഫേസ്ബുക്കിൽ കുറിച്ചു. തനിക്ക് തന്റെ MLA പെൻഷനും 10 വർഷത്തെ മന്ത്രി ശമ്പളവുമാണ് ചെലവ് കഴിച്ച സമ്പാദ്യം. തന്റെ ഭാര്യയ്ക്ക് 31 വർഷം കോളേജ് അധ്യാപിക എന്ന നിലയ്ക്ക് സർവീസിൽ UGC ശമ്പളവും പെൻഷനും ഒപ്പം അവർക്ക് ലഭിച്ച ഗ്രാറ്റുവിറ്റി, പ്രോവിഡന്റ് ഫണ്ട് എന്നിവയാണ് സമ്പാദ്യം. ഞങ്ങളുടെ സമ്പാദ്യങ്ങൾ മകന്റെ പേരിൽ നിക്ഷേപിക്കുകയോ മാറ്റിക്കൊടുക്കുകയോ ചെയ്തത് ഞങ്ങളുടെ മൗലിക അവകാശമാണ്. സ്വകാര്യത ഭരണഘടനയിലെ മൗലിക അവകാശമാണെന്ന് കൂടി അറിയിക്കട്ടെ. കഴിഞ്ഞ 5 വർഷമായി ചെറിയാനും സലാമും കൂട്ടാളികളും നടത്തിയ ക്രിമിനൽ ഗൂഢാലോചനകളും ആക്ഷേപങ്ങളും തന്റെ പാർട്ടിയിൽ നിന്നും പുറത്തു തള്ളാനുള്ള ശ്രമങ്ങളായിരുന്നുവെന്ന് ഇപ്പോൾ ഈ ഭാരം വഴിയിൽ പ്രയോഗം വഴി വ്യക്തമായിട്ടുണ്ട്. രാഷ്ട്രീയ ക്രിമിനൽ കുറ്റങ്ങൾ അവർ ഓരോന്നായി വിളംബരം ചെയ്യുകയാണ്. പാർലമെന്റിലെ തിരിച്ചടി, പഞ്ചായത്തിലെ തിരിച്ചടി, ഇനി 4-ാം തീയതി ബാക്കിയുള്ള തിരിച്ചടി എന്ന് G. സുധാകരൻ പറഞ്ഞു. G. സുധാകരൻ MLA പെൻഷൻ വാങ്ങുന്നത് പാർട്ടിയിൽ നിന്നും നേടിയെടുത്ത ആനുകൂല്യമല്ലേ എന്ന് സജി ചെറിയാൻ ചോദിച്ചിരുന്നു. സുധാകരൻ ചെയ്തതിനും പറഞ്ഞതിനുമൊക്കെ അനുഭവിക്കുമെന്നും സജി ചെറിയാൻ പറഞ്ഞിരുന്നു.